ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള അമ്മ മാതാവിൻ്റെ പ്രിയപ്പെട്ട മക്കളെ, വിമല ഹൃദയ പ്രതിഷ്ഠാ ശുശ്രൂഷയുടെ 29ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധി അമ്മയ്ക്ക് വലിയൊരു സമ്മാനം കൊടുക്കാനായിട്ട് നമ്മൾ ഒത്തിരി ആഗ്രഹത്തോടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ദിനങ്ങളാണ്. പ്രാർത്ഥനയിലൂടെയും പുണ്യാഭ്യസനത്തിലൂടെയും വിശുദ്ധീകരണത്തിലൂടെയും നമ്മളെ തന്നെ പരിശുദ്ധി അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കാനായിട്ട് ഓരോ മക്കളും ഒരുങ്ങിയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ശുശ്രൂഷയുടെ ആരംഭത്തിൽ നമുക്ക് നമ്മളെ തന്നെ വിശുദ്ധീകരിക്കാം. നമ്മുടെ കണ്ണും കാതും നാവും ഹൃദയവും ചിന്തകളും വിചാരങ്ങളും സകല മണ്ഡലങ്ങളും വിശുദ്ധീകരിക്കാം. നമുക്കെതിരെ വരുന്ന എല്ലാ ശത്രുക്കളെയും നമ്മുടെ മുമ്പിൽ വെച്ച് കർത്താവ് തോൽപ്പിക്കും. നമുക്കെതിരായ അവർ ഒരു വഴിയിലൂടെ വരും, 7 വഴിയിലൂടെ പലായനം ചെയ്യും. ഒരു തിന്മ പോലും ഈ ശുശ്രൂഷയുടെ സമയത്ത് നമ്മുടെ ചിന്തയെയോ ബുദ്ധിയെയോ ഒരു സ്ഥലത്തെ കയറി പോലും അലട്ടാൻ പാടില്ല. പ്രിയപ്പെട്ടവരെ, അതിനു വേണ്ടി നമ്മൾ വില കൊടുത്ത് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇതിൻ്റെ ആരംഭത്തിൽ തന്നെ വിശുദ്ധ കുരിശനാൽ മുദ്ര ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ വലിയ സംരക്ഷണം നമുക്ക് നേടാം. ഈ നിമിഷം ഒരുമിച്ച് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവിൻ്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു. പരിശുദ്ധാത്മാവാൽ മറിയം ഗർഭം ധരിച്ചു. ദൈവകൃപ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിലാകട്ടെ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. ദൈവകൃപ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. സർവേശ്വരമാലയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോ മിശിഹായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവം കുരിശുമരണവും മുഖേന ഉയർപ്പിന്റെ മഹിമ പ്രാപിപ്പാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹാ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും നീക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആത്മാവിന് വേണ്ടി ദാഹിക്കാം, ആഗ്രഹിക്കാം. കരങ്ങൾ യാചനയോടെ പിടിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവെ, ഞങ്ങളെ വഴി നടത്തണം, ഞങ്ങളെ പഠിപ്പിക്കണം, സ്വർഗീയ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി തരണം. അതിനായിട്ട് ഞങ്ങളുടെ ജീവിതത്തെ ഒരുക്കണം. ഞങ്ങൾക്ക് ഒത്തിരിയേറെ വെളിപ്പെടുത്തലുകൾ കിട്ടുമ്പോഴും ഞങ്ങൾക്ക് പലപ്പോഴും ഒരുങ്ങാനായിട്ട് പറ്റുന്നില്ല. പഴയ പാപം വീണ്ടും ഞങ്ങളെ അലട്ടുക, പഴയ സ്വഭാവം വീണ്ടും ഞങ്ങളെ അലട്ടുക, പഴയ ജീവിത രീതി ഞങ്ങളെ വീണ്ടും അലട്ടുക. കർത്താവേ, വലിയൊരു പരിവർത്തനം, ഒരു വിശുദ്ധീകരണം, വലിയ മാനസാന്തരം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാനായിട്ട് അമ്മേ, അമ്മയുടെ വിമല ഹൃദയം വഴി ഇതാ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ സഹായിക്കണമേ എന്നുള്ള ആഗ്രഹത്തോടെ എല്ലാവരും ഒന്ന് ചേർന്ന് സ്തുതിച്ചൊന്ന് ആരാധിച്ച് സന്തോഷത്തോടെ ഒന്ന് ചേർന്ന് പാടാം. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു.
അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. വലിയ കൃപകൾ നമുക്ക് വേണം, ദാനങ്ങൾ വേണം മക്കളെ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനം ജീവിക്കാനുള്ള വലിയ കൃപ കിട്ടണം. വലിയ ദാഹത്തോടെ ആഗ്രഹിച്ച് ദൈവമേ ലോകത്തിന്റെ മോഹങ്ങളെ വെടിയുവാനും പിശാചിന്റെ ശക്തികളെ ബഹിഷ്കരിക്കാനും കർത്താവേ ഈ കാലഘട്ടത്തിന്റെ അഭിഷേകം തരണം. ആദിമസഭയിലുണ്ടായ അതേ അഭിഷേക ശക്തി ഇപ്പോൾ ഞങ്ങളിലേക്ക് പെയ്തിറങ്ങണമേ എന്നുള്ള ആഗ്രഹത്തോടെ എല്ലാവരും ഒന്ന് ചേർന്ന് വിളിക്കട്ടെ. പരിശുദ്ധാത്മാവേ മരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരുനി വളർന്നിടുവാൻ. കൃപകളും മരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരുനി വളർന്നിടുവാൻ. പിന്മഴയെ വീണ്ടുമായി കേണമേ പിഞ്ചനമുണർന്നിടുവാൻ. പിന്മഴയെ വീണ്ടുമായി കേണമേ പിഞ്ചനമുണർന്നിടുവാൻ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. Hallelujah, 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 hallelujah. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാൻ, കരങ്ങൾ ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ച് പരിശുദ്ധി അമ്മ മാതാവിനെ മാത്രം മനസ്സിൽ കാണാം. നമ്മളെ ഓരോരുത്തരെയും സ്നേഹിച്ച് പരിപാലിച്ച് ഈശോയുടെയും നമ്മുടെയും ഇടയിൽ നിന്നുകൊണ്ട് നമുക്ക് വേണ്ടി മാധ്യസ്ഥം തേടി നമ്മളെ ഒരു നിമിഷം പോലും സങ്കടക്കടത്തിലേക്ക് കടത്തിവിടാത്ത രീതിയിൽ സംരക്ഷിക്കുന്ന പരിശുദ്ധി അമ്മ. അമ്മയ്ക്കൊന്ന് സമർപ്പിച്ച മക്കളെ, ജീവിതത്തെ മുഴുവനും കൊടുക്കുക. നിന്റെ കുടുംബത്തിലുള്ളവരെ സമർപ്പിച്ച്, നിന്റെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവരെ സമർപ്പിച്ച്, നിന്റെ വീടിരിക്കുന്ന സ്ഥലത്തെ ഒന്ന് കൊടുത്ത്. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ 4 ദിക്കിലും കഴിയുന്ന വീട്ടുകാരുണ്ടല്ലോ, അവരെ ഒന്ന് സമർപ്പിച്ച്. നമ്മുടെ വീടിന്റെ 16 കോണിലും കഴിയുന്ന കുടുംബത്തിലുള്ളവരെ സമർപ്പിച്ച്, കർത്താവേ ഞങ്ങൾക്ക് കിട്ടുന്ന ഈ അഭിഷേകം ചുറ്റുപാട് മുഴുവനും കൊടുക്കാൻ പരിശുദ്ധി അമ്മേ ഞങ്ങൾക്കൊരു കൃപ തരണം. അമ്മ ഞങ്ങൾക്കായിട്ട് ഈ നിമിഷം ഒന്ന് പ്രാർത്ഥിക്കണം. അമ്മ നിത്യസഹായ മാതാവല്ലേ. അമ്മ മാതാവേ, ഞങ്ങൾ ഈ നിമിഷം നമ്മുടെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി നിത്യം ഒന്ന് മാധ്യസ്ഥം വഹിക്കണമേ എന്ന് 2 കരങ്ങളും യാചനയോടെ പിടിച്ച് എല്ലാവരും ഒന്ന് ചേർന്ന് ഒരുമിച്ചൊന്ന് പാടി ഈ നിമിഷം പ്രാർത്ഥിക്കുക. ആവേ 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 മരിയ, ആവേ 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 മരിയ. കണ്ണടച്ച് പ്രാർത്ഥിച്ച മക്കളെ, ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ, പാപികളുടെ സങ്കേതമേ, ഞങ്ങളിത് അങ്ങേ സങ്കേതത്തിൽ അഭയത്തിനായിട്ട് ഓട്ടി അണയുന്നു. പാപികളായ ഞങ്ങളുടെ മേൽ അലിവാർന്ന് അങ്ങേ തിരുക്കുമാരനോട് ഞങ്ങൾക്ക് വേണ്ടി ഈ നിമിഷം അപേക്ഷിക്കണമേ. നാരകീയ സർപ്പത്തിന്റെ തലയെ തകർത്ത പരിശുദ്ധി അമ്മ മാതാവേ,
ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെയും ശുശ്രൂഷയുടെയും കൂട്ടായ്മയുടെയും തിരുസഭയുടെയും സൃഷ്ടപ്രപഞ്ചത്തിന്റെയും നാശത്തെ ആഗ്രഹിക്കുന്ന പിശാചിന്റെ സകല കുടില തന്ത്രങ്ങളെയും നമ്മുടെ കാൽ കീഴിൽ കൊണ്ടുവന്ന് തകർത്ത് കളയണമേ. ക്രിസ്തുനാഥ, നിത്യപിതാവിന്റെ പുത്ര, നിങ്ങളുടെ അരൂപിയെ ഇപ്പോൾ ഭൂമിയിലേക്ക് അയക്കണമേ. എല്ലാ ജനപദങ്ങളുടെയും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് വസിക്കട്ടെ. അതുവഴി ധാർമ്മിക അധപ്പതനം, ദുരന്തം, യുദ്ധം ആദ്യാവിൽ നിന്നെല്ലാം ഞങ്ങൾ സംരക്ഷിതരാകട്ടെ. യേശുവിൻ്റെ അമ്മയായ, ഒരിക്കൽ മറിയമായിരുന്ന പരിശുദ്ധ കന്യകാ മറിയമേ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും അഭിഭാഷകയായിരിക്കണമേ. പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവേ വരണമേ. ഇവിടുത്തെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മാധ്യസ്ഥത്താൽ എഴുന്നള്ളി വരണമേ. ഞങ്ങളിൽ നിറയണമേ, അഭിഷേകം ചെയ്യണമേ. അമ്മയ്ക്ക് സമർപ്പിച്ച് പ്രതിഷ്ഠാജപം എല്ലാവർക്കും ആത്മാർത്ഥമായിട്ട് ഒന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. ദൈവമാതാവും അമലോത്ഭയുമായ പരിശുദ്ധ കന്യകാ മറിയമേ, ദൈവത്തിന്റെയും സകല സ്വർഗവാസികളുടെയും സാന്നിധ്യത്തിൽ ഞാൻ അങ്ങയെ എന്റെ മാതാവും എന്റെ രാജ്ഞിയുമായി പ്രഖ്യാപിക്കുന്നു. പിശാചിനെയും അവന്റെ എല്ലാ പ്രവൃത്തികളെയും എല്ലാ ആഘോഷങ്ങളെയും പരിത്യജിച്ചുകൊണ്ട് അങ്ങേ വിമല ഹൃദയത്തിന് ഞാൻ എന്നെ തന്നെ പ്രതിഷ്ഠിക്കുന്നു. എന്റെ ആത്മാവിനെയും ശരീരത്തെയും ബുദ്ധിയെയും മനസ്സിനെയും ഹൃദയത്തെയും ഇവിടെ എല്ലാ കഴിവുകളോടും കൂടെ അങ്ങേ തിരുമുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. എന്റെ എല്ലാ സത്പ്രവർത്തികളും പരിഹാര പ്രവർത്തികളും അവയുടെ യോഗ്യതകളും ലോകമെങ്ങും അർപ്പിക്കപ്പെടുന്ന ദിവ്യബലികളുടെ യോഗ്യതകളോട് ചേർത്ത് അങ്ങേ തൃപ്പാദത്തെങ്കിൽ ഞങ്ങൾ കാഴ്ചവെക്കുന്നു. കാലത്തിലും നിത്യതയിലും ദൈവമഹത്വത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കുമായി ഹിതാനുസരണം വിനിയോഗിച്ചു കൊള്ളണമേ. ആമേൻ, ആമേൻ, ആമേൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സന്ധരായിട്ടിരുന്നേ. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, അച്ഛൻ ഈ ദിവസങ്ങളിലൊക്കെ പറയുന്ന കാര്യം നിങ്ങൾക്ക് ഗ്രഹിക്കാനായിട്ടും മനസ്സിലാക്കാനായിട്ടും പറ്റുന്നുണ്ടോ? അച്ഛനെ ചോദിക്കാൻ കാരണം, നമ്മളൊരു പ്രത്യേക രീതിയിലൂടെയാണ് ഈ ശുശ്രൂഷ ഈശോ കൊണ്ടുപോകുന്നത്. അച്ഛൻ പ്ലാൻ ചെയ്തിട്ട് അങ്ങനെയൊന്നും അല്ല പോകുന്നത്. ഇത് ഈശോ കൊണ്ടുപോകുന്ന ഒരു ശുശ്രൂഷയാണ്. അമ്മ മാതാവ് കൈപിടിച്ചു കൊണ്ടുപോകുന്ന ഒരു ശുശ്രൂഷയാണ്. നമ്മൾ കണ്ടായിരുന്നല്ലോ എന്താണ് പരിശുദ്ധി അമ്മയുടെ ദൗത്യം. യുഗാന്ത്യ സഭയെ അമ്മ എങ്ങനെയാണ് നയിക്കുന്നത്, പൈശാചിക പീഡയെ എങ്ങനെയാണ് പരിശുദ്ധി അമ്മ പരിമിതപ്പെടുത്തുന്നത്, സഭയ്ക്കെതിരെ പിശാച് ഉപദ്രവിക്കുമ്പോൾ പരിശുദ്ധി അമ്മ എങ്ങനെയാണ് സൈന്യാധിപയായിട്ട് നിൽക്കുന്നത്, ഇതിനെക്കുറിച്ചൊക്കെ കണ്ടു. അനേകർ അതിൻ്റെ ഫലമായിട്ട് എന്നോട് ചോദിച്ചു, എന്ത് ചെയ്യണം ഞങ്ങളിനി? അതിനുള്ള ഉത്തരമാണ് പരിശുദ്ധി അമ്മ ഈ ലോകത്ത് പ്രത്യക്ഷപ്പെട്ട് അമ്മ തന്നെ പറയുന്ന സന്ദേശങ്ങൾ സ്വീകരിക്കുക, ജീവിക്കുക. ജീവിച്ചാൽ ഈ കാണുന്ന ലോകത്തെ വീണ്ടെടുക്കാൻ, വിശുദ്ധീകരിക്കാൻ നമുക്ക് പറ്റും. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് നമ്മൾ കാണുന്ന ഒരു മേഖല അത് മറ്റൊന്നുമല്ല, പരിശുദ്ധ അമ്മ ലോകത്തിന് കൊടുത്ത അവസാനത്തെ അടയാളം എന്താണ്, അവസാനത്തെ മുന്നറിയിപ്പ് എന്താണ്? അമ്മ മാതാവ് നൽകുന്ന അവസാന അടയാളവും മുന്നറിയിപ്പും എന്താണ്? ഇതാർക്കാണ് പരിശുദ്ധി അമ്മ വെളിപ്പെടുത്തി കൊടുത്തത്? എവിടെ വെച്ചാണ് വെളിപ്പെടുത്തി കൊടുത്തത്? എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? എന്തൊക്കെയാണ് മുന്നറിയിപ്പുകൾ? ഇതാണ് ഇത് നമ്മൾ തിരിച്ചറിയാനും പഠിക്കാനുമായിട്ട് ഒന്ന് നോക്കുക. അതിനു മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ പരിശുദ്ധി അമ്മയുടെ പ്രത്യക്ഷീകരണങ്ങളും സന്ദേശങ്ങളും എടുത്ത് പഠിച്ചു നോക്കുവാണെങ്കിൽ പലതും ഒത്തിരിയേറെ സാമ്യമുള്ളതായിട്ട് കാണാൻ പറ്റും. ഉദാഹരണമായിട്ട് പരിശുദ്ധി അമ്മ ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവിടെ നടന്ന കാര്യങ്ങളും ഒപ്പം ഗാരന്തബാളിൽ നടക്കുന്ന കാര്യങ്ങളും തമ്മിൽ ഒത്തിരി ബന്ധമുണ്ട്. ഫാത്തിമയിൽ നോക്കിക്കേ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പ് മാലാഖ പ്രത്യക്ഷപ്പെട്ട് ആ കുഞ്ഞുങ്ങളെ ഒരുക്കുന്നുണ്ട്. ഗാരന്തബാളിൽ പരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെടുമ്പോൾ കാണുന്നത്
അമ്മ മാതാവ് പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പ് പ്രിയപ്പെട്ടവരെ മാലാഖ പ്രത്യക്ഷപ്പെട്ട് ഇവിടെയും കുഞ്ഞുങ്ങളെ ഒരുക്കുക. പരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പ് മാലാഖ ഈ കുഞ്ഞുങ്ങൾക്ക് തിരുവോസ്തി കൊടുക്കുന്നത് കാണുന്നുണ്ട്. ഗാരന്തപാളിലും പരിശുദ്ധി അമ്മ ചെയ്യുന്ന കാര്യം ഇതാണ്. അമ്മ വരുന്നതിന് മുമ്പ് മാലാഖ പ്രത്യക്ഷപ്പെട്ട് കുഞ്ഞുങ്ങൾക്ക് തിരുവോസ്തി കൊടുക്കുന്നു. അവർ ലേഡി ഓഫ് ഗുഡ് സക്സസ് ഇക്വഡോറിലെ പരിശുദ്ധി അമ്മയുടെ പ്രത്യക്ഷീകരണവും റോസാമിസ്റ്റിക്ക മാതാവിന്റെ പ്രത്യക്ഷീകരണവും അതുപോലെ പ്രിയപ്പെട്ടവരെ അക്കിത്തായിലെ പരിശുദ്ധി അമ്മയുടെ പ്രത്യക്ഷീകരണവും മെച്ചുകുറിയിലെ പരിശുദ്ധി അമ്മയുടെ പ്രത്യക്ഷീകരണവും ഒക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ ഇവയെല്ലാം പരസ്പരം ബന്ധപ്പെട്ടതും ഒത്തിരി സാമ്യമുള്ളതായിട്ടും കാണാൻ പറ്റും. പ്രത്യേകിച്ച് രണ്ട് കാര്യത്തിൽ. ഒന്ന്, ഇവിടെ എല്ലാം പറയുന്ന ഒരു പ്രധാനപ്പെട്ട സന്ദേശമാണ് പൗരോഹിത്യത്തിലും സന്യാസത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും സംഭവിക്കാനിരിക്കുന്നതുമായിട്ടുള്ള വീഴ്ചകൾ. രണ്ടാമത് അവിടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട സന്ദേശമാണ് ലോകത്തെ ദൈവം അവസാനം ശിക്ഷിക്കുന്നത് എങ്ങനെയായിരിക്കും, അതിനു മുമ്പുള്ള മുന്നറിയിപ്പുകൾ എന്തൊക്കെയാണ്. ഇതിനെക്കുറിച്ച് ഈ കാണുന്ന 4 പ്രത്യക്ഷീകരണങ്ങളും പരിശോധിക്കുമ്പോൾ കാണാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഗാരന്തപാളിലും മെച്ചുകുറിയിലും പരിശുദ്ധി അമ്മയുടെ പ്രത്യക്ഷീകരണം ഒത്തിരിയേറെ സാമ്യമുള്ളതായിട്ട് കാണാൻ പറ്റും. എന്താണെന്ന് ചോദിച്ചാൽ അവസാനത്തെ അത്ഭുതം എന്താണ്, അവസാനത്തെ മുന്നറിയിപ്പ് എന്താണ്, ഇത് ആർക്കാണ് കൊടുക്കുന്നത്, എത്ര നാൾ മുമ്പ് ഇത് പ്രചരിക്കപ്പെടും, ഇത് അവർക്ക് വ്യക്തമായിട്ട് അറിയാമോ, ഇതിനെക്കുറിച്ച് ഈ രണ്ടിടത്തും ഒരുപോലെയാണ് പഠിപ്പിക്കുക. എന്ന് വെച്ചാൽ അച്ഛൻ ഈ പറഞ്ഞു വരുന്ന കാര്യം ഇതാണ് പ്രിയപ്പെട്ടവരെ, അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണങ്ങളിലെല്ലാം ഒത്തിരിയേറെ സാമ്യമുണ്ട്. അത് എന്തിനാണ് ഈ അമ്മ ആവർത്തിച്ച് പലയിടത്തും പല രീതിയിൽ ഇങ്ങനെ പറയാൻ കാരണം എന്താ? കാരണം ഈ മേഖല ശുദ്ധീകരിക്കപ്പെട്ടാൽ മാത്രമേ ദൈവത്തിൻ്റെ ശിക്ഷ ഭൂമിയിലേക്ക് വരാതിരിക്കൂ, ദൈവമക്കൾക്ക് രക്ഷപ്പെടാനായിട്ട് പറ്റൂ. അതുകൊണ്ടാണ് അമ്മ ഓരോ സ്ഥലത്ത് പ്രത്യക്ഷപ്പെടുമ്പോഴും അമ്മയുടെ സന്ദേശത്തിന്റെ കാതിലും പറയുന്നു പ്രധാനമായിട്ടും പൗരോഹിത്യവും സമർപ്പണ ജീവിതവും അവസാന ശിക്ഷയെക്കുറിച്ച് ആവർത്തിച്ച് പറയാനുള്ള കാരണം. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഗാർദപാളിലെ പരിശുദ്ധി അമ്മയുടെ പ്രത്യക്ഷീകരണത്തില് പ്രിയപ്പെട്ടവരെ അവിടെ കൊഞ്ചിത എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്ക് പരിശുദ്ധി അമ്മ അവസാനത്തെ ഒരു സന്ദേശം കൊടുക്കുന്നുണ്ട്. ആ സന്ദേശത്തിൽ പറയുന്ന ഒരു കാര്യപ്രകാരമാണ്, അവസാനം ഉണ്ടാകാൻ പോകുന്ന അത്ഭുതവും അടയാളവും അത് വിശുദ്ധ പാതിരാ പിയോ കാണും. ആ സമയത്ത് പാതിരാ പിയോ അച്ഛൻ ജീവിച്ചിരിക്കുന്ന സമയമാണ്. ഇത് കാണും. പക്ഷെ അച്ഛൻ മരിച്ചു, വിശുദ്ധനായി. അപ്പൊ ഇതെങ്ങനെ കണ്ടു? അപ്പൊ ആ സന്ദേശം തെറ്റാണോ? അവളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ആകുലത കയറി വരുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ മരണശേഷം ഇദ്ദേഹത്തിൻ്റെ കൂടെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന ഒരു വൈദികൻ ഈ കാണുന്ന കൊഞ്ചിത എന്ന് പറയുന്ന മകൾക്ക് ആ പുരോഹിതൻ എന്ന് വെച്ചാൽ പാതിരാപ്പിയുടെ മുഖത്തിട്ടിരുന്ന ഒരു തുവാല കൊണ്ടുപോയി കൊടുത്തു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ അന്ന് പരിശുദ്ധി അമ്മ വെളിപ്പെടുത്തിയ അടയാളം മരിക്കുന്നതിന് മുമ്പ് എന്നെ അമ്മ കാണിച്ചു തന്നു, കാണിച്ചതിൻ്റെ അടയാളമായിട്ടാണ് ഈ കാണുന്ന തുവാല കൊണ്ടുവന്ന് തരുന്നത് എന്ന് വെളിപ്പെടുത്തിയുണ്ടായി. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് അവസാനത്തെ അടയാളം, എന്താണ് അവസാനത്തെ അത്ഭുതം, എന്താണ് അവസാനത്തെ മുന്നറിയിപ്പ്, ഇത് തിരിച്ചറിയണം. ഇത് തിരിച്ചറിയണമെങ്കിൽ നമ്മൾ ആദ്യം പ്രിയപ്പെട്ടവരെ ഈ ഗാരന്തപാൾ എന്ന് പറയുന്ന സ്ഥലം എവിടെയാണ്? അത് സ്പെയിനിലുള്ള ഒരു മലയോര മേഖല, മലമ്പ്രദേശമാണ്. പ്രിയപ്പെട്ടവരെ, ആ മലയിൽ ഏകദേശം 300 പേരെ മാത്രമാണ് താമസിക്കുന്നത്. അവിടെയുള്ള ദൈവമക്കൾക്ക് പരിശുദ്ധ കുർബാന കിട്ടുന്നത് ഞായറാഴ്ച മാത്രമാണ്. ബാക്കിയുള്ള ദിവസങ്ങളിൽ അവിടെ പരിശുദ്ധ കുർബാന ഇല്ല. ആ 300 പേര് വസിക്കുന്ന ആ മലമ്പ്രദേശത്ത് ഒരു 4 കുഞ്ഞുങ്ങൾ ആ മലമ്പ്രദേശത്തിൻ്റെ ഒരു സൈഡിൽ ഒരു ചെരുവിലാകിട്ട്, കുന്നിൻ്റെ ചെരുവിലാകിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഇടിമുഴക്കത്തിൻ്റെ ശബ്ദം ഒരു സൈഡിൽ നിന്ന് കേട്ടു. ഈ 4 കുട്ടികൾ ചാടി ഒന്ന് ആ സൈഡിലേക്ക് നോക്കിയപ്പോൾ അവിടെ ഒരു മാലാഖ നിൽക്കുന്നത് ഈ കുട്ടികൾ കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ മാലാഖയെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് മിഖായേൽ മാലാഖയാണ്. ഈ മിഖായേൽ മാലാഖ ഇവരെ അടുത്തേക്ക് വിളിച്ചു. ഓരോ കൊച്ചു കാര്യങ്ങൾ ഇവരെ പഠിപ്പിക്കാൻ തുടങ്ങി, ഓരോ കുഞ്ഞിക്കാര്യങ്ങൾ ഇവരെ പരിശീലിപ്പിക്കാൻ തുടങ്ങി. ഈ മാലാഖ ഇവരോട് പറഞ്ഞു, നിങ്ങൾ എല്ലാ ദിവസവും ഇവിടെ വരാമോ? കുഞ്ഞുങ്ങൾ സമ്മതിച്ചു. ഈ മാലാഖ ഇവരെ ഒരുക്കിക്കൊണ്ടുവരുന്നത് നമ്മൾ കാണുന്നുണ്ട്.
അതിനുശേഷം ഈ മാലാഖ പറയുവാണ്, ജൂലൈ മാസം 2-ാം തീയതി നിങ്ങളെ സന്ദർശിക്കാൻ പരിശുദ്ധ അമ്മ മാതാവ് വരും. പ്രിയപ്പെട്ടവരെ, ഈ കുഞ്ഞുങ്ങള് ആ ദേശത്തുള്ള അകപ്പാറ 300 പേരെ ഉള്ളൂ. അവരോടെല്ലാം പറഞ്ഞു, നാട്ടിൽ മുഴുവനും പാട്ടായി. അങ്ങനെ ആ കാണുന്ന പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണം കാണാനായിട്ട് ജനം മുഴുവനും ആ കുന്നിൽ ഒരുമിച്ച് കൂടിയിരിക്കുക. വൈകുന്നേരമായപ്പോൾ ഈ 4 കുട്ടികൾക്കാണ് പ്രത്യക്ഷപ്പെടുന്നത്. ഈ 4 കുട്ടികളും അവിടെ എത്തിച്ചേരുന്ന സമയത്ത് എൻ്റെ പ്രിയപ്പെട്ടവരെ കാണുന്ന കാഴ്ച, അവരുടെ രൂപഭാവം മുഴുവനും മാറുകയാണ്. അവർ ആത്മഹർഷത്താല് ആനന്ദ പുളകം കൊള്ളുകയാണ്. പിന്നെ അവരെ നമുക്ക് വിവരിക്കാൻ പറ്റാത്ത രീതിയിൽ അവരുടെ മുഖഭാവങ്ങൾ മാറി വരികയാണ്. പ്രത്യക്ഷീകരണമൊക്കെ കഴിഞ്ഞ് ഈ കുഞ്ഞുങ്ങൾ ശാന്തമായപ്പോൾ ചോദിച്ചു, എന്താ സംഭവിച്ചേ? പറഞ്ഞു, ഞങ്ങൾ പരിശുദ്ധ അമ്മ മാതാവിനെ കണ്ടു. വളരെ സുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീയാണ്. ശിരസില് 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള ഒരു കിരീടമുണ്ടായിരുന്നു. അമ്മയുടെ ഒരു കയ്യില് ഒരു ഉത്തിരിയം പിടിച്ചിട്ടുണ്ടായിരുന്നു. 18 വയസ്സ് പ്രായം വരുന്ന പെൺകുട്ടികൾ സംസാരിക്കുന്ന പോലെ മധുരമായിട്ടുള്ള സ്വരമായിരുന്നു. അമ്മയുടെ ഒരു വശത്ത് മിഖാൽ മാലാഖയും മറ്റേ വശത്ത് മറ്റൊരു മാലാഖയും ഉണ്ടായിരുന്നു. എന്നിട്ട് അമ്മ പറഞ്ഞു, ഞാൻ കർമ്മലനാഥയായിട്ട് ഞാൻ ഇവിടെ അറിയപ്പെടുന്നു എന്ന് പറയാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അതായിരുന്നു ഈ കൊഞ്ചിതയ്ക്കും അവളുടെ കൂട്ടുകാരിക്കും കിട്ടിയ ആദ്യത്തെ പരിശുദ്ധി അമ്മയുടെ സന്ദേശം, പ്രത്യക്ഷീകരണം. പിന്നെ പരിശുദ്ധി അമ്മയുടെ പിന്നീടുള്ള പ്രത്യക്ഷീകരണങ്ങൾ മുഴുവനും പരിശോധിക്കുമ്പോൾ അതിനൊരു പ്രത്യേകതകൾ കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, മിക്ക ദിവസങ്ങളിലും പരിശുദ്ധി അമ്മ ഇവരെ സന്ദർശിക്കാനായിട്ട് വരും. അതിന് സമയമില്ല. ചിലപ്പോൾ രാത്രിയിലായിരിക്കും വരിക, ചിലപ്പോൾ പകലായിരിക്കും വരിക, ചിലപ്പോൾ പ്രഭാതം തുടങ്ങുന്നതിന് മുമ്പായിരിക്കും ഇവരെ കാണാനായിട്ട് വരിക. വരുമ്പോൾ ഈ കുന്നിൻ ചെരുവിലേക്ക് അവർ ഓടും. പ്രിയപ്പെട്ടവരെ, അവിടെ ചെന്നിട്ട് അവർക്ക് അമ്മയെ കാണാനായിട്ട് പറ്റും. പക്ഷേ അവർക്കൊരിക്കലും ഇപ്രകാരം ആവർത്തിച്ച് അമ്മ മാതാവ് പ്രത്യക്ഷപ്പെടുമ്പോൾ അവർക്ക് ജീവിതത്തിൽ ഒരു ക്ഷീണമുണ്ടാകുന്നില്ല. വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഈ കുഞ്ഞുമക്കൾക്ക് പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് ഈ കുഞ്ഞുമക്കൾ ഓടിച്ചെന്നിട്ട് അങ്ങോട്ടേക്ക് വലിച്ചെറിയപ്പെടുന്ന പോലെ മുട്ടയിലേക്ക് വീഴുക. ആ മുട്ടയിലേക്ക് വീഴുന്ന സമയത്ത് മുട്ട് പൊട്ടുന്നില്ല, ചതവുണ്ടാകുന്നില്ല, ക്ഷതമുണ്ടാകുന്നില്ല, മുറിപ്പാട് വരുന്നില്ല, ചോര വരുന്നില്ല. രണ്ടാമതൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, പ്രിയപ്പെട്ടവരെ, ഇവർ മുട്ടുകുത്തി കരം കുപ്പിപ്പിടിച്ച് ആകാശത്തേക്ക് നോക്കി നിൽക്കുന്ന പോലെ ഒരു പ്രതിമയെ പോലെ അവർ നിൽക്കാൻ തുടങ്ങും. ആ സമയത്ത് അവരുടെ രൂപഭാവം മാറാൻ തുടങ്ങും. അവർ ആത്മഹർഷത്താലായിട്ട് അല്ലെങ്കിൽ സന്തോഷത്താലായിട്ട് നിറയാൻ തുടങ്ങും. അതിനേക്കാളും വലിയ പ്രത്യേകത, ആ സമയത്ത് അവരെ അടിച്ചാൽ അവരറിയുന്നില്ല, പൊള്ളലേൽപ്പിച്ചാൽ അവർ കേൾക്കുന്നില്ല, ആ സമയത്ത് അവരെ ശരീരത്തിൽ കുത്തിയാൽ അത് ഏൽക്കുന്നില്ല, അവരുടെ കണ്ണിലേക്ക് വലിയ പ്രകാശം അടുപ്പിച്ചാൽ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അവർ ഒരു പ്രതിമയെ പോലെ പരിശുദ്ധി അമ്മയെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കാൻ മാത്രം അവർക്ക് പറ്റുന്നു. അവർക്ക് മാത്രം അമ്മയെ കാണാൻ പറ്റുന്നു. പറഞ്ഞേ ഹല്ലേലൂയ, സത്യയോടെ പറഞ്ഞേ ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ട മക്കളെ, അവിടെ അവർ പോകുന്നതൊന്ന് ശ്രദ്ധിക്കേണ്ടതാ. ഈ പരിശുദ്ധി അമ്മയെ കാണാനായിട്ട് രാത്രിയിലായാലും പകലായാലും ഇത് കയറണം, ഇറങ്ങണം. ഒത്തിരി കയറ്റമുണ്ട്, ഇറക്കമുണ്ട് ഈ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെടുന്ന സ്ഥലത്തേക്ക് പോകണമെങ്കിൽ. അപ്പോൾ ഇത് വരുന്നു എന്ന് സന്ദേശം കിട്ടുന്ന ആ സമയത്ത് ഇവർ വീട്ടിൽ നിന്നിറങ്ങി ഒരു ഓട്ടമാ. തങ്ങളുടെ കൂടെ വരുന്നവർക്ക് അവരുടെ കൂടെ എത്തിപ്പെടാൻ പറ്റാത്ത രീതിയിൽ വലിയ സ്പീഡിൽ കല്ലുകളുടെ ഇടയിലൂടെ, പ്രിയപ്പെട്ടവരെ, ഇറക്കത്തിലും കയറ്റത്തിലും ഒരുപോലെ, ചിലപ്പോൾ പുറകോട്ട് അവർ അതേ സ്പീഡിൽ പോകാനായിട്ട് തുടങ്ങും. എന്ന് വെച്ചാൽ മാതാവ് തങ്ങളെ കയ്യിലെടുത്തുകൊണ്ട് പോകുന്ന സ്പീഡിൽ ഈ കുഞ്ഞുങ്ങൾ ഓടുകയാ. ഇതിനും വലിയ പ്രത്യേകത, പ്രിയപ്പെട്ടവരെ, ഈ അമ്മയെ കാണാൻ പോകുമ്പോൾ ആ നാട്ടിലുള്ളവർ ഒത്തിരി ജപമാലയും ഭക്തവസ്തുക്കൾ ഇവരുടെ കൈ കൊടുത്തു വിടും. പരിശുദ്ധി അമ്മ ഇവർക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ അമ്മയുടെ കയ്യിൽ ഇവർ ഈ കാണുന്ന ജപമാല കൊടുക്കും. അമ്മയുടെ ചുംബനം കിട്ടാൻ വേണ്ടിയാ ഇത് കൊണ്ടുപോകുന്നത്. പ്രത്യേകത മറ്റൊന്നുമാണ്, പ്രിയപ്പെട്ടവരെ, ഈ കാണുന്ന അനേകർ കൊടുക്കുന്ന ഓരോ ഭക്തവസ്തുക്കൾ ഇവർ സ്വീകരിച്ച് അമ്മയുടെ കൈ കൊണ്ടു കൊടുക്കുമ്പോൾ അമ്മ ഇത് ചുംബിച്ചിട്ട് ഇവരുടെ കൈ കൊടുക്കും. ഈ കാണുന്ന ഭക്തവസ്തുക്കൾ വണങ്ങുമ്പോഴും ഈ ഭക്തവസ്തുക്കൾ ഉപയോഗിക്കുമ്പോഴും അനേകർക്ക് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആരുടെ കയ്യിൽ നിന്നാണ് എന്തൊക്കെ മേടിച്ചു എന്ന് ഇവർക്ക് അറിയത്തില്ല, പക്ഷേ കൊടുക്കുമ്പോൾ അത് കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. അതിനേക്കാളും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, പ്രിയപ്പെട്ടവരെ, ഈ കാണുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ സമ്മാനം, പ്രത്യേകിച്ച് പരിശുദ്ധി അമ്മ ഇവർക്ക് പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് ഈ 4 കുട്ടികളുടെ കയ്യിൽ ഒരു കുരിശുരൂപമുണ്ട്. അവസാനം പരിശുദ്ധി അമ്മ ഈ കുരിശുരൂപം എടുത്തിട്ട് ചുംബിക്കും.
ഇത് തിരിച്ചവരുടെ കൊടുത്താൽ ഈ കാണുന്ന കുരിശുരൂപത്തെ ആര് വണങ്ങിക്കോ, ഈ കുരിശുരൂപം ആര് മുത്തിക്കോ, ആ സമയത്ത് മാനസിക പരിവർത്തനം അവിടെ ഉണ്ടാകുക. അങ്ങനെ അനേകം മക്കൾക്ക് ഇവരിൽ നിന്ന് അല്ലെങ്കിൽ ഈ കുരിശുരൂപം മുത്തുന്നതിലൂടെ വണങ്ങുന്നതിലൂടെ ഇപ്രകാരമുള്ള കാര്യങ്ങൾ സംഭവിച്ചു. അവിടെ പ്രൈസ് ദി ലോർഡ് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം നടക്കുന്നത്, ഈ അത്ഭുതം തുടങ്ങുമ്പോൾ പരിശുദ്ധി അമ്മ അവരെ കൊണ്ടുപോകുന്ന ഒരു സ്ഥലമുണ്ട്. അത് മലയുടെ ഒരു സൈഡിലായിട്ട് 9 പൈൻ മരങ്ങൾ കൂട്ടത്തോടെ നിൽക്കുന്ന ഒരു സ്ഥലം. അവിടെയാണ് ആദ്യം മാലാഖ പ്രത്യക്ഷപ്പെട്ടതും മാലാഖ ഇവർക്ക് എപ്പോഴും തിരുവോസ്തി കൊടുത്തുകൊണ്ടിരുന്നതും. ഒരു ദിവസം ഇതുപോലെ തിരുവോസ്തി കൊടുത്തു കഴിഞ്ഞപ്പോൾ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ട് ഈ മക്കളോട് പറഞ്ഞു, ഇത് ജനം വിശ്വസിക്കേണ്ടതിന്, ജനം ഇത് കാണുന്നതിന്, ഇത് എല്ലാവർക്കും കാണത്തക്ക രീതിയിൽ ഞാൻ നൽകും. അതിന് ഡേറ്റ് കൊടുത്തു. പ്രിയപ്പെട്ടവർ, ഇത് ജനത്തെ മുഴുവനും അറിയിച്ചു. ഈ കുഞ്ഞുങ്ങൾ അവിടെ പോയി മുട്ടുകുത്തി നാവ് നീട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഒരു വെള്ള തിരുവോസ്തി ഇവരുടെ അത്തരത്തിൽ എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിയിൽ വന്ന് നിൽക്കുക. അനേകർ ഫോട്ടോ എടുക്കുന്നുണ്ട്, വീഡിയോ എടുക്കുന്നുണ്ട്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, പ്രിയപ്പെട്ടവരെ, 21 വർഷമായിട്ട് ദൈവത്തെ തള്ളിപ്പറഞ്ഞു കുമ്പസാരമില്ലാത്ത ഒരു മകൻ ഇത് അറിയാനായിട്ട് അവിടെ വന്നു. ആ മകൻ ഇത് മാത്രയിൽ ആ മകൻ മാനസാന്തരപ്പെടുകയും ആ മകൻ കുമ്പസാരിക്കുകയും ആ മകൻ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കാനായിട്ട് തുടങ്ങി. പ്രൈസ് ദി ലോർഡ് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ ചരിത്രം എന്തിനാ പറഞ്ഞെന്ന് ചോദിച്ചാൽ, ഈ അവസാനത്തെ അടയാളം നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനായിട്ടാ. പരിശുദ്ധി അമ്മ അവിടെ ആദ്യം ഈ കുട്ടികളോട് പറഞ്ഞ ആദ്യത്തെ അടയാളം ഇതാണ്: ലോകത്തിൽ തിന്മ വർദ്ധിക്കുന്നത് കൊണ്ട് ദൈവത്തിന്റെ കോപം വർദ്ധിക്കുക. അതിന്റെ ഫലമായിട്ട് ലോകത്തിൽ ശിക്ഷ വരാനായിട്ട് പോകുക. ലോകം ശിക്ഷ ഏറ്റെടുക്കാതിരിക്കണമെങ്കിൽ ഈ കുഞ്ഞുങ്ങളോട് പറഞ്ഞു 3 കാര്യം എൻ്റെ മക്കൾ ചെയ്യണം. ഒന്നാമത്തെ കാര്യം ഇതാണ് പറയുന്നത്: വളരെയധികം ത്യാഗപ്രവർത്തികളും പരിഹാരങ്ങളും ഓരോ ദൈവമക്കളും ചെയ്യാനായിട്ട് തുടങ്ങണം. രണ്ടാമത് പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ്: വിശുദ്ധ കുർബാനയുടെ സന്നിധിയിൽ പതിവായിട്ട് സന്ദർശിക്കുകയും പരിശുദ്ധ കുർബാന സ്വീകരിക്കാനും അർപ്പിക്കാനായിട്ടും തയ്യാറാകണം. മൂന്നാമത് പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ്: എപ്പോഴും നല്ലവരായിട്ട് ജീവിക്കാനായിട്ട് നോക്കണം. ഇത് ചെയ്യാതെ പാപം വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നാൽ എന്ത് സംഭവിക്കും? ദൈവത്തിന്റെ ശിക്ഷ വരും. കാരണം ദൈവ കോപം വന്നിരിക്കുക. പ്രൈസ് ദി ലോർഡ് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാ മക്കളെ. നിങ്ങൾ നോക്കിക്കേ, ഇത്രയും വർഷമായിട്ട് പരിശുദ്ധി അമ്മ ഇങ്ങനെ സന്ദേശം ഇത് ആവർത്തിക്കുക. പരിഹാരം ചെയ്യ്, ത്യാഗപ്രവർത്തി ചെയ്യ്, പരിശുദ്ധ കുർബാനയെ സ്വീകരിക്ക്, യോഗ്യതയോടെ ഒരുക്കത്തോടു കൂടി സ്വീകരിക്ക്, ദൈവസന്നിധിയിൽ പോയി ഇരുന്ന് പ്രാർത്ഥിക്ക്, നല്ലവരായി ജീവിക്ക്. ഇതമ്മ എത്രയോ സന്ദേശങ്ങൾ ആവർത്തിച്ച് പറയുന്നു. പക്ഷേ എന്നിട്ടും എന്തേ അനേകരും മാറാത്തെ? അതുകൊണ്ടാണ് മാതാവ് വീണ്ടും പറയുക, ഇതിനാരും വില കൊടുക്കുന്നില്ല. എല്ലാവരുടെയും ചിന്ത എന്താ? കോപമില്ല ദൈവത്തിന്, ശിക്ഷ വരില്ല, ദൈവം നല്ലവനാ, ദൈവം കരുണാമയനാ, ദൈവം സ്നേഹസമ്പന്നനാ. പക്ഷെ പ്രിയപ്പെട്ടവരെ, അവസാന സമയം ദൈവമക്കൾ പാപം ചെയ്തതിന്റെ ഫലമായിട്ട് പാപത്തിന്റെ പരിണത ഫലം പോലെ എന്ത് സംഭവിക്കും? ദൈവ കോപം, ദൈവ ശിക്ഷ വരും. ദൈവം സ്നേഹമാണെങ്കിലും കരുണയാണെങ്കിലും അവസാനമുണ്ട് മക്കൾ ഇതിനെല്ലാം. പരിശുദ്ധിയമ്മ എത്ര പ്രാവശ്യമായി ഇത് പറയുന്നേ, പക്ഷെ ആരും വിലക്കെടുക്കുന്നില്ല. ഇതിന്റെ മുകളില് മറ്റു പല തിയോളജി കൊണ്ടുവന്നിട്ട് പ്രിയപ്പെട്ടവരെ ഇതിനെ അവഹേളിക്കുന്ന, പുച്ഛിക്കുന്ന, അവഗണിക്കുന്ന അവസ്ഥ. അമ്മ മാതാവ് ഇത്രയും നാളും എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് മുഴുവനും സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ കാര്യവും സംഭവിക്കും മക്കളെ. പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് അമ്മ മാതാവ് വേദനയോടെ പറയുന്ന ഒരു സന്ദേശം ഇപ്രകാരമാണ്: ഞാൻ നൽകുന്ന സന്ദേശങ്ങൾ നിങ്ങൾ ഗൗനിക്കുന്നില്ല, നിങ്ങൾ ഒരു ശിക്ഷയെ ഭയപ്പെടാത്തതാണ് അതിന്റെ കാരണം. അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നാണ് നിങ്ങൾ കരുതുന്നത്. തിന്മ മൂർധന്യാവസ്ഥയിൽ എത്തി നിൽക്കുകയാണ്. അതിൽ തന്നെ ദൈവകോപം നിറഞ്ഞു കവിയാണ്. അനേകം കർദിനാൾമാരും മെത്രാന്മാരും വൈദികരും നാശത്തിന്റെ വഴിയിലാണ്. അനേകരെ അവർ ആ വഴിയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ കുർബാനയോടുള്ള അനാദരവ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആത്മാർത്ഥ ഹൃദയത്തോടെ പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ തീർച്ചയായും നിങ്ങളോട് ഞാൻ ക്ഷമിക്കും.
കേട്ടോ, എല്ലാവരുടെയും ചിന്തയെക്കുറിച്ച് പരിശുദ്ധി അമ്മ ഇത് മനസ്സിലാക്കിയിട്ട് പറയുവാണ്. എല്ലാവരും ചിന്തിക്കുന്നത് ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല, ഇതൊന്നും വരില്ല, ഇതെന്ന് വരാനാണ്, ഇങ്ങനെയാ പലരും ചെയ്യുന്നത്. അതുകൊണ്ട് ആർക്കും ഇതിനെക്കുറിച്ചൊരു ഭയവും ഇല്ല, ഒരു വിഷമവും ഇല്ല, പേടിയും ഇല്ല. ഇവിടെ മാതാവ് വ്യക്തമായിട്ടും പറയുന്നുണ്ട്, കർദിനാൾമാരും മെത്രാന്മാരും വൈദികരും നാശത്തിന്റെ വഴിയിലൂടെ പോകുന്നു. നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ഇതേ സന്ദേശം കേട്ട വീണ്ടും നമ്മൾ കേൾക്കുന്ന കാര്യമുണ്ട്, അനേകരെ അവർ തെറ്റായ വഴിയിലേക്ക് നയിക്കുന്നു. അതിനേക്കാളും വലിയൊരു കാര്യമാണ് വിശുദ്ധ കുർബാനയുള്ള അനാദരവ് വർദ്ധിച്ചുകൊണ്ടിരിക്കുക. എന്താ ചെയ്യണ്ടേ? ആത്മാർത്ഥതയോടെ, ആത്മാർത്ഥ ഹൃദയത്തോടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞാൽ ഞാൻ അവരെല്ലാം രക്ഷിക്കും. അപ്പൻ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, മക്കളെ വാ, തിരിച്ചു വാ, മാനസാന്തരപ്പെട്. പ്രിയപ്പെട്ടവർ, ഈ ഒരു കാര്യം നോക്കിക്കേ, 4 കാര്യങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്നത്. 1, ത്യാഗം പ്രവർത്തികളും പരിഹാരവും ചെയ്യ്. 2, പരിശുദ്ധ കുർബാനയിൽ പതിവായിട്ട് പോയി സംബന്ധിക്കുകയും ആ സന്നിധിയിൽ ഇരിക്കാനും നോക്ക്. 3, നല്ലവരായി ജീവിക്ക്. 4, പാപങ്ങൾ ഏറ്റുപറഞ്ഞ് നിങ്ങൾ നല്ല ഹൃദയത്തോടെ തിരിച്ചു വാ. അങ്ങനെയാണെങ്കിൽ ദൈവകോപം ശമിക്കപ്പെടും, ഒപ്പം ശിക്ഷ വരാതിരിക്കും. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അവസാനം മാലാഖ വീണ്ടും പ്രത്യക്ഷപ്പെട്ടിട്ട് ആ മാലാഖ വേദനയോടെ ഈ മക്കളോട് പറയുന്ന കാര്യം എന്ത്? ഞാൻ പറഞ്ഞു തന്ന സന്ദേശം എന്തുകൊണ്ട് മക്കളെ ഈ ലോകത്ത് പ്രചരിക്കുന്നില്ല? എന്തുകൊണ്ട് ദൈവമക്കൾ ഇത് ചെവി കൊടുക്കുന്നില്ല? എന്തുകൊണ്ട് ഇത് അനുസരിക്കുന്നില്ല? ഇതാണ് മാലാഖ അവസാനത്തെ മാലാഖയുടെ പ്രത്യക്ഷപ്പെടലിൽ മാലാഖ പറഞ്ഞു കൊടുത്തത്. ഇനി എന്താണ് പ്രിയപ്പെട്ടവരെ അവസാനത്തെ സന്ദേശം? അവിടെ നൽകിയ അവസാനത്തെ സന്ദേശം എന്താ? പ്രിയപ്പെട്ടവരെ, പരിശുദ്ധി അമ്മ പറഞ്ഞിരിക്കുന്ന ഡേറ്റ് അനുസരിച്ച് ഈ കാണുന്ന കുഞ്ചിത എന്ന് പറയുന്ന മകൾ തങ്ങളുടെ അയൽവക്കത്തുള്ള എല്ലാവരും കൊടുത്ത ഭക്തവസ്തുക്കളും ജപമാലയും പിടിച്ച് ഈ കാണുന്ന പൈൻമര കൂട്ടത്തിലേക്ക് പോകുകയാണ്. ഈ പോകുന്ന സമയത്ത് അവളുടെ മനസ്സിലേക്ക് അവൾ ചെയ്തു കൂട്ടി, ഇന്ന് വരെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ പാപങ്ങൾ മുഴുവനും കടന്നു വരുക. അവൾ അതിനെ ഓർത്ത് ആത്മാർത്ഥമായിട്ട് അനുദപിക്കുക, ദൈവത്തോട് മാപ്പ് ചോദിക്കുക. അവൾ നോക്കുമ്പോൾ അവളെ കാത്ത് പരിശുദ്ധി അമ്മയും ഉണ്ണീശോയും നിൽക്കുക. പ്രിയപ്പെട്ടവരെ, അവിടെ ചെന്നപ്പോൾ ഈ കുഞ്ഞിനോട് പറഞ്ഞ കാര്യം ഇതാണ്, കുഞ്ഞെ ഏറെ സഹിക്കേണ്ടതായിട്ട് വരുന്നു. അതുകൊണ്ട് ഞാൻ നിന്റെ കൂടെയുണ്ട്, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും. നീ ചെയ്യേണ്ടത് നീ എന്നിൽ വിശ്വാസം അർപ്പിക്കുക. അപ്പൊ ഈ മകള് പറയുന്ന കാര്യപ്രകാരമാണ്, അമ്മേ എനിക്ക് എന്താ യോഗ്യത? എനിക്ക് ഏറ്റവും വലിയ പാപിയാ ഞാൻ. അമ്മയുടെ അടുത്ത് നിൽക്കാൻ എനിക്ക് യോഗ്യതയില്ല. പ്രിയപ്പെട്ടവരെ, ഇവളുടെ അയോഗ്യത വിളിച്ചു പറയുന്ന സമയത്ത് അമ്മ മാതാവ് പറയുന്ന കാര്യം എന്നറിയാമോ? കുഞ്ഞെ, ഞാൻ നിനക്ക് വേണ്ടി മാത്രമല്ല ഇപ്പോൾ വന്നേക്കണേ. ഈ ലോകത്തിലുള്ള മക്കൾ മുഴുവനും എൻ്റെ മക്കൾ, അവർക്ക് വേണ്ടി കൂടിയാ ഞാൻ വന്നേക്കണേ. ഇപ്പൊ ഇവള് ചോദിക്കുന്നുണ്ട്, എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ പറ്റുമോ? അമ്മ പറയുന്ന കാര്യം ഇതാണ്, കുഞ്ഞെ നിന്റെ കൈ ഇപ്പോൾ ശൂന്യമാ, നിന്റെ കയ്യിൽ ഒന്നുമില്ല. അതുകൊണ്ട് നീ ഇന്ന് തൊട്ട് ചെയ്യേണ്ട കാര്യം, സഹോദരർക്ക് നന്മ ചെയ്തുകൊണ്ട് അത് ദൈവം മഹത്വത്തിനായിട്ട് കാഴ്ചവെച്ച് നിന്റെ കയ്യിൽ നിറയ്ക്കണം, പുണ്യം നിറയ്ക്കണം. നന്മ പ്രവർത്തി കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നീ പുണ്യങ്ങൾ മുഴുവനും നിറയ്ക്കണം. ഇനിയുള്ള ജീവിതം അത് ചെയ്യണം. അമ്മ ഒരു കാര്യം കൂടി പറഞ്ഞു, കുഞ്ഞെ നീ എന്തിയെ ദേവാലയത്തിൽ എൻ്റെ സന്നിധിയിൽ വന്നിരിക്കാത്ത? നീ എന്തിയെ മടി പിടിച്ചിരിക്കുന്നേ? നീ എന്തിയെ അലസത എടുത്ത് മാറ്റാത്ത? അതുകൊണ്ട് ഞാൻ നിന്നെ സഹായിക്കാം. നീ എൻ്റെ അടുത്ത്, എൻ്റെ തിരുക്കുമാരൻ്റെ അടുത്തേക്ക് വാ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. വെച്ചാൽ പ്രിയപ്പെട്ടവരെ, അമ്മ അവിടെ നൽകിയ അവസാനത്തെ സന്ദേശം ഇതാണ്, ധാരാളം സഹനം വരും. 2, ഇനിയുള്ള ജീവിതം 2 കാര്യത്തിന് വേണ്ടി. 1, സഹോദരങ്ങൾക്ക് നന്മ പ്രവർത്തി ചെയ്ത് ദൈവമഹത്വത്തിനായിട്ട് കാഴ്ചവെച്ചത് പുണ്യങ്ങളാക്കുക. 2, ദൈവത്തിൻ്റെ സന്നിധിയിൽ പോയി സമയം കിട്ടുമ്പോഴൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുക. എന്ന് വെച്ചാൽ ഒരുങ്ങാനുള്ള ഒരു കാര്യമാണ് പരിശുദ്ധി അമ്മ അവസാനം വെളിപ്പെടുത്തിയേ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ നോക്കുമ്പോൾ കാണാൻ പറ്റും. അതിനുശേഷം ഈ കുഞ്ചിത ചെയ്യുന്ന തൻ്റെ കയ്യിലിരിക്കുന്ന ഭക്തവസ്തുക്കൾ മുഴുവൻ അമ്മയ്ക്ക് കൊടുക്കുക. അമ്മ അത് ചുംബിക്കുന്നു. പക്ഷെ ഈ കുഞ്ഞുങ്ങളുടെ കയ്യിലിരുന്ന കുരിശുരൂപമുണ്ട്, അത് ചുംബിച്ചതിന് ശേഷം അമ്മ മാതാവ് ഉണ്ണീശോയുടെ കൈ കൊടുക്കുന്നു. ഉണ്ണീശോ അത് ആശീർവദിക്കുന്നു, തിരികെ കൊടുക്കുന്നു. അതിനുശേഷം കാണുന്ന ഒരു കാഴ്ച പ്രകാരമാണ് പ്രിയപ്പെട്ടവരെ. അമ്മ പറയുവാണ്, പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവിനോടും എല്ലാ മക്കളെയും കൂട്ടാനായിട്ട്, ഈ ത്രിത്വത്തിലേക്ക് എല്ലാ മക്കളെയും കൂട്ടാനായിട്ട് നീ എൻ്റെ ഒപ്പം നിന്ന് എന്നോട് പങ്കുചേരണം. അവളത് സമ്മതിക്കുന്നു. അതിലൂടെ പരിശുദ്ധി അമ്മ അപ്രത്യക്ഷമാകുക. ഇനിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്താണ്
അവസാനത്തെ അത്ഭുതം, അടയാളം? എന്താണ് അവസാനത്തെ മുന്നറിയിപ്പ്? ഇത് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇതിലേക്ക് പ്രവേശിക്കാൻ. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിന് കൊടുത്തിരിക്കുന്ന ഏറ്റവും അവസാനത്തെ അടയാളവും ഏറ്റവും അവസാനത്തെ മുന്നറിയിപ്പും കുഞ്ചിത എന്ന് പറയുന്ന മകൾക്കാ. അപ്പോൾ ഇതിലൂടെ ഇത് പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ ഇങ്ങനെയാണ് വെളിപ്പെടുത്തിയിരിക്കുക: മനുഷ്യൻ എത്ര വലിയ പാപം ചെയ്തിട്ടുണ്ടോ അത്ര വലിയ ശിക്ഷ വരും, അത്ര വലിയ അത്ഭുതവും അടയാളവുമായിരിക്കും അവസാനം സംഭവിക്കാൻ പോകുന്നത്. എന്നിട്ട് ഇപ്രകാരമാണ് പരിശുദ്ധി അമ്മ വെളിപ്പെടുത്തിയിരിക്കുക: പരിശുദ്ധ കുർബാനയ്ക്ക് സമർപ്പിക്കപ്പെട്ട ഒരു വിശുദ്ധന്റെ തിരുനാൾ ദിവസമായിരിക്കും അവസാനത്തെ അടയാളം ഉണ്ടാകുക. അതൊരു വ്യാഴാഴ്ചയായിരിക്കും. 8:30 രാത്രി 8:30 അത് സംഭവിക്കുക. അന്ന് സഭയുടെ ഒരു പ്രധാനപ്പെട്ട വിശേഷപ്പെട്ട ദിവസവുമായിരിക്കും. ഇത്രയും കൃത്യമായിട്ടും പറഞ്ഞേക്കുക. അതിനുശേഷം ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്: ഈ കാണുന്ന കാര്യം സംഭവിക്കുക ഗാരന്തബാളിലായിരിക്കും. അവിടുത്തെ പൈൻ മരക്കൂട്ടത്തിൻ്റെ അടുത്ത് എന്നും നിലനിൽക്കുന്ന ഒരടയാളമായിട്ട് അത് അവിടെ കാണാം. അത് മനുഷ്യന് തൊടാൻ പറ്റില്ല, എന്നാൽ കാണാൻ പറ്റും, വീഡിയോ എടുക്കാൻ പറ്റും, അത് ഫോട്ടോ എടുക്കാൻ പറ്റും. പക്ഷേ സ്പർശിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അടയാളമായിരിക്കില്ല. എന്നിട്ട് ഇങ്ങനെ പറയുവാണ്: ഇതായിരിക്കും സ്വർഗത്തിലെ ദൈവമക്കൾക്ക് കിട്ടുന്ന അവസാനത്തെ ദൈവം നൽകുന്ന അടയാളം. ഈ അടയാളത്തിലൂടെ ആയിരിക്കും അവസാനം ദൈവമക്കളെ മുഴുവനും രക്ഷിക്കാനായിട്ട് പരിശുദ്ധി അമ്മ മാതാവ് നോക്കുന്നേ. അതിലൂടെ രക്ഷപ്പെടുന്നവരാ അവസാനം. അതിലൂടെ രക്ഷപ്പെടുന്നവർ മാത്രമാണ് സ്വർഗം സ്വന്തമാക്കാനായിട്ട് പറ്റൂ. പറഞ്ഞേ ഹല്ലേലൂയ. സത്യയോട് പറഞ്ഞേ ഹല്ലേലൂയ. കുഞ്ചിതയോട് പറയുന്നുണ്ട്: കുഞ്ഞേ, ഞാൻ ഇത് വെളിപ്പെടുത്തി ഇപ്പൊ നിനക്ക് തരിക. പക്ഷെ നീ ഈ കാര്യം ഉണ്ടാകുന്നതിന് 8 ദിവസം മുമ്പ് മാത്രമാണ് ലോകത്തോട് വെളിപ്പെടുത്താൻ പാടുള്ളൂ. ഇതെന്താണ് എന്ന് പോലും പറയാൻ പാടില്ല. എന്താണ് മുന്നറിയിപ്പെന്ന് പോലും പറയാൻ പാടില്ല. ഇത് സംഭവിക്കുന്നതിന് 8 ദിവസം മുമ്പ്. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ ഇങ്ങനെ അപ്പൊ നമ്മൾ ചിന്തിച്ചോണം പ്രിയപ്പെട്ടവരെ, എന്തോ വലിയൊരു ഒരു അടയാളം ഉണ്ടാകും. ഇത് അവസാനത്തെ അടയാള. എന്തിനാ പരിശുദ്ധി അമ്മ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത്? കാരണം ലോകത്ത് മനുഷ്യൻ പാപം ചെയ്ത് തിന്മ ഇങ്ങനെ കൂട്ടി ദൈവ കോപം വർദ്ധിപ്പിക്കുക. മനുഷ്യനെ പരിശുദ്ധി അമ്മ ഓരോ സ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ട് മാനസാന്തരത്തിലേക്ക് വിളിച്ചിട്ട് മനുഷ്യൻ പോകാൻ റെഡിയാവുന്നില്ല. അവസാനം അമ്മ പറയാ: മക്കളെ, ഇത് രക്ഷപ്പെടാൻ ഒരു അടയാളം ഞാൻ തരാം, അതിലൂടെയെങ്കിലും തിരിച്ചു വാ. പറഞ്ഞേ ഹല്ലേലൂയ. എന്താ മക്കളെ മുന്നറിയിപ്പ്? പരിശുദ്ധി അമ്മ നൽകുന്ന മുന്നറിയിപ്പ് ഇപ്രകാരമാണ്: ലോകത്തിലെ ഏതു മനുഷ്യനെ എവിടെയായിരുന്നാലും ദർശിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മുന്നറിയിപ്പാ. എന്ന് വെച്ചാൽ ആ മുന്നറിയിപ്പ്, ആ ഒരു അടയാളം നടക്കുമ്പോൾ നടക്കുന്ന സംഭവം എന്നാന്ന് ചോദിച്ചാൽ, മനുഷ്യൻ ചെയ്തിട്ടുള്ള മുഴുവനും പാപത്തിൻ്റെ തീവ്രത അന്ന് അവന് തന്നെ മനസ്സിലാകും. അവൻ ചെയ്ത പാപത്തിൻ്റെ ആഴം എന്തുമാത്രം ഉണ്ടെന്ന് അവന് മനസ്സിലാകും. അത് ക്രിസ്ത്യാനി എന്ന് മാത്രമല്ല, എല്ലാ മതത്തിൽപ്പെട്ട വ്യക്തികൾക്ക് അത് തിരിച്ചറിയാനായിട്ട് പറ്റും. എന്നിട്ട് അമ്മ പറയുന്ന കാര്യപ്രകാരമാണ് അത് ആകാശത്തായിരിക്കും സംഭവിക്കുക. രണ്ടാമത് പറയുന്നു, 2 നക്ഷത്രങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കുന്ന പോലുള്ള ഒരു സംഭവം ഉണ്ടാകും. പക്ഷേ അത് താഴത്തേക്ക് വീഴുന്നില്ല. എല്ലാ മക്കളും ആ നിമിഷം ഭയപ്പെട്ടു പോകും. എന്നോട് പറയുക, അതുപോലെ പറയുകയാണ്, ഇതെല്ലാവരും ദർശിക്കും. എന്നിട്ട് പറയുവാണ്, ഭൂകമ്പത്തെക്കാളും 1000 മടങ്ങ് വലിപ്പമുള്ള അവസ്ഥയായിരിക്കും അന്നുണ്ടാകാൻ പോകുന്നത്. എന്നിട്ട് വീണ്ടും ചേർത്ത് പറയുന്നു, തീ പോലെ ഇത് പ്രത്യക്ഷപ്പെടുമെങ്കിലും ഇതാരെയും പൊള്ളിക്കില്ല. ഇതൊരു നിമിഷ നേരത്തേക്ക് മാത്രമാണ് വരുള്ളൂവെങ്കിലും അനേകർക്ക് കുറെ സമയം നീണ്ടു നിൽക്കുന്ന അവസ്ഥ പോലെ ഉണ്ടാകും. എന്നിട്ട് ഇങ്ങനെയാണ് പറയുന്നത്, ഇത് അനേകരെ വിശുദ്ധീകരിക്കുന്ന നിമിഷമായിരിക്കും, അനേകർക്ക് പാപബോധം കിട്ടുന്ന നിമിഷമായിരിക്കും, അനേകർ ചെയ്തു പോയ പാപത്തിന് ശിക്ഷ കിട്ടുന്ന പോലുള്ള ഒരു രൂപഭാവമായിരിക്കും ആ സമയത്തുണ്ടാകുന്നത്. ഇതാണ് മുന്നറിയിപ്പ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, എന്നിട്ട് ഈ കുഞ്ചിതയോട് പരിശുദ്ധി അമ്മ പറയുന്ന ഒരു കൊച്ചു കാര്യം കൂടിയുണ്ട്. ഞാൻ നൽകിയ അടയാളം കണ്ടിട്ടും ഞാൻ നൽകിയ മുന്നറിയിപ്പ് കണ്ടിട്ടും ദൈവമക്കൾ ഇത് സ്വീകരിച്ച് മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ ഞാൻ കഠിന ശിക്ഷയയക്കും. ആ കഠിന ശിക്ഷയിലൂടെ ഈ ലോകത്തിൽ, ഈ ഭൂലോകത്തിലുള്ള 2/3 ഭാഗം ആളുകളും നശിച്ച് നാമാവിശേഷമായി തീരും. അമ്മ വേദനയോടെ പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ 400 വർഷമായിട്ട് എൻ്റെ മക്കൾക്ക് കൊടുക്കുന്ന സന്ദേശം ഇന്ന് ലോകത്താരും സ്വീകരിക്കാനും അത് ജീവിക്കാനും തയ്യാറാകുന്നില്ല.
അങ്ങനെയാണെങ്കിൽ ഞാൻ അവസാനം നൽകുന്ന അടയാളവും മുന്നറിയിപ്പും കാണുമ്പോഴും അനേകർ വിശ്വസിക്കില്ല, അനേകർ മാറില്ല. അതിൻ്റെ ഫലമായിട്ട് ഈ ലോകത്തിൽ 2/3 ഭാഗവും തീരും. അങ്ങനെ ഏറ്റവും നല്ലൊരു ഉദാഹരണമുണ്ട് മക്കളെ, കൊറോണ. എന്തു പഠിച്ചു മനുഷ്യൻ? ഒന്നും പഠിച്ചില്ല. എന്തോരം ദിക്താനുഭവം കിട്ടി, എന്തു പഠിച്ചു? കാലാവസ്ഥയിൽ വ്യതിയാനം വന്നു, എന്തു പഠിച്ചു? പരിശുദ്ധി അമ്മ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും ലോകത്ത് സംഭവിച്ചിട്ടും നമ്മൾ പുല്ലു വില കൊടുക്കുന്നില്ല, നമ്മൾ അവഗണിക്കുക. നമ്മളപ്പോഴും ശാസ്ത്രത്തെ മാത്രം മുറുകെ പിടിക്കുന്നു, യുക്തിയെ മാത്രം മുറുകെ പിടിക്കുന്നു, കഴിവിനെ ബുദ്ധിയെ മാത്രം മുറുകെ പിടിക്കുക. ഇത് വലിയൊരു അപകടത്തിലേക്കാണ് പോകുന്നത്. അച്ഛൻ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞാൽ അച്ഛൻ്റെ ചിന്തയല്ല പറയുന്നത്. പക്ഷേ ഈ കാണുന്ന വെളിപ്പെടുത്തൽ ഇതാ മക്കളെ, അവസാനം ഒരു അടയാളമുണ്ടാകും, അവസാനം ഒരു മുന്നറിയിപ്പുണ്ടാകും. ഇതാരും പരിഗണിക്കാത്ത ഒരു അവസ്ഥ വരും. കാരണം ഇത്രയും നാളും പരിഗണിച്ചില്ല, അതുകൊണ്ട് ഇനി അതും പരിഗണിക്കില്ല. അപ്പൊ എന്തു പറ്റും? 2/3 തീരും. അതുകൊണ്ട് ചെയ്യേണ്ട കാര്യം യുക്തി മാറ്റി അപ്പൻ്റെ കരുണയെ കെട്ടിപ്പിടിക്കുക. യുക്തി മാറ്റി അപ്പൻ്റെ കരുണയെ കെട്ടിപ്പിടിക്കുക. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, അതുകൊണ്ട് നമ്മൾ ഒരുങ്ങി കാത്തിരിക്കണം. 8:30 ഒരു വ്യാഴാഴ്ച 8:30 എന്നാ നമുക്കറിയത്തില്ല. അതിനുവേണ്ടി ഒരുങ്ങാനായിട്ടൊരു മുന്നറിയിപ്പ് തന്നേക്കുക. ഈ വിമല ഹൃദയ പ്രതിഷ്ഠ നടത്തുന്ന മക്കളെ, ദൈവകോപം ശമിപ്പിക്കണം, ദൈവത്തിൻ്റെ ഈ ശിക്ഷ ഈ ലോകത്ത് വരാതിരിക്കണം. അതിനുവേണ്ടി അമ്മ വെളിപ്പെടുത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട രഹസ്യമാണ് മാനസാന്തരപ്പെടുക, പാപങ്ങൾ ഏറ്റുപറയുക, പരിഹാരം ചെയ്യുക, പരിശുദ്ധ ബലിയിൽ പതിവായി പങ്കുചേരുക, ഒപ്പം നല്ല ജീവിതം നയിക്കുക. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഈ 4 കുഞ്ഞുങ്ങൾക്കല്ലാതെ ഒരു വൈദികന് ഒരു പ്രാവശ്യം മാത്രം പരിശുദ്ധി അമ്മ അവർക്ക് അവിടെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ കാണാനും അത്ഭുതം കാണാനും പറ്റി. ആ വൈദികൻ അന്ന് രാത്രി തന്നെ മരിക്കുക. മരിക്കുന്നതിന് തൊട്ടു മുമ്പ് തൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഹോദരനോട് പറയുന്നുണ്ട്, ആ കുട്ടികൾ പറയുന്നത് മുഴുവനും മക്കളെ വിശ്വസിച്ചേക്കണം. കാരണം അവർ സ്വർഗത്തിലേക്ക് പോകാനുള്ള കാര്യങ്ങൾ മാത്രമാണ് വെളിപ്പെടുത്തുന്നത്. ആ പറയുന്ന കാര്യങ്ങൾ മുഴുവനും സംഭവിക്കും. അത് ഞാൻ കണ്ടതാണ്, പരിശുദ്ധി അമ്മയെ കണ്ടതാണ്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ധന്യമായിട്ടുള്ള നിമിഷം. ഇത് പറഞ്ഞുകൊണ്ട് ഈ വ്യക്തി മരണത്തിലേക്ക് പോവുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, എന്നിട്ട് പരിശുദ്ധി അമ്മ അവിടെ പറയുന്നൊരു കാര്യമുണ്ട്. പൗരോഹിത്യം എന്ന് പറയുന്നത്, പൗരോഹിത്യം മാലാഹമാരെക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടല്ലേ അവരുടെ അഭിഷേകം കൊണ്ടാണ് എന്ത് ചെയ്യുന്നേ, അവർക്ക് കിട്ടിയിരിക്കുന്ന അഭിഷേകത്താൽ വെള്ളവും വീഞ്ഞും അല്ലെങ്കിൽ വീഞ്ഞും അപ്പവും ഈശോയുടെ ശരീരവും രക്തവുമായി മാറ്റാനായിട്ട് പറ്റുന്നു. അതുകൊണ്ട് പുരോഹിതർക്ക് വേണ്ടി നിരന്തരം ദൈവമക്കൾ പ്രാർത്ഥിച്ചേക്കണം. അമ്മ മാതാവ് അവസാനം പറയുന്ന കാര്യം ഇതാണ്: കഠിന ശിക്ഷകൾ ദൈവം അയക്കുന്നത് നിങ്ങളെ ഉപദ്രവിക്കാനല്ല, എന്നാൽ അവിടുത്തെ കൽപ്പനകൾ പാലിക്കാത്തതിൽ ശകാരിക്കാനാണ്. രണ്ടാമത് പറയുന്നു, മുന്നറിയിപ്പുകൾ നൽകുന്നത് നിങ്ങളുടെ വിശുദ്ധീകരണത്തിനാണ്. 3, അത്ഭുതം പ്രവർത്തിക്കുന്നത് അവിടുത്തെ സ്നേഹം പ്രകടമാക്കാനാണ്, അല്ലാതെ ആരെയും ശിക്ഷിക്കാനല്ല, നശിപ്പിക്കാനല്ല, ഉപദ്രവിക്കാനല്ല. ശകാരിക്കലാണ്, രണ്ടാമതായിട്ട് സ്നേഹിക്കലാണ്, മൂന്നാമതായിട്ട് വിശുദ്ധീകരിക്കലാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, അച്ഛൻ ഇത് പറയണ കേട്ടുകൊണ്ട് നിങ്ങൾ പേടിക്കല്ല ചെയ്യണ്ടേ. ഒറ്റ കാര്യം, നമുക്കൊരുങ്ങാം. 2, പരിഹാരം ചെയ്യാം. 3, പ്രാർത്ഥിക്കാം. പതിവായി പരിശുദ്ധ ബലിയിലേക്ക് കടന്നു വരാം. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ടവരെ, അവസാനത്തെ കാര്യമാണ് നല്ല ജീവിതം ഇനി തൊട്ട് നയിക്കാൻ തീരുമാനമെടുക്കാം. ഇത് ചെയ്യുമ്പോൾ പരിശുദ്ധി അമ്മയുടെ വേദന ശമിക്കും, സ്വർഗത്തിൻ്റെ വേദന ശമിക്കും, ദൈവത്തിൻ്റെ കോപം ശമിക്കും, ഒപ്പം കഠിന ശിക്ഷ ലോകത്തിൽ വരാതിരിക്കും. അതിന് ദൈവം പരിശുദ്ധി അമ്മയിലൂടെ നമ്മെ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. എൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, എൻ്റെ മാതൃഹൃദയത്തിന് സ്വയം സമർപ്പിച്ച എല്ലാ ആത്മാക്കൾക്കും സ്വർഗീയ കൃപകൾ ലഭിക്കുവാൻ അർഹതയുണ്ട്. കൃപകൾക്ക് പരിധി വച്ചിട്ടില്ല. നിങ്ങൾ എൻ്റെ മഹാവിജയത്തിൻ്റെ പൂർത്തീകരണമാണ്. നിത്യരക്ഷയുടെ ദാനങ്ങളാണ് ഞാൻ നൽകുന്നത്. ആത്യന്തികമായി നിങ്ങൾ എൻ്റെ പുത്രൻ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ സാക്ഷികളാണ്. മകൻ്റെ സ്നേഹത്തിൻ്റെയും കരുണയുടെയും പ്രത്യക്ഷീകരണങ്ങളാണ്. വിമല ഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ പങ്കുകാരും വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടവരുമാണ്. നിങ്ങൾ മുഴുമനസ്സോടെ ചെയ്യേണ്ട കാര്യം
ഇതാണ്: എൻ്റെ മകൻ്റെ പ്രകാശം കൂടുതൽ ആദരിക്കപ്പെടണം, ഈ ലോകത്തിൽ കൂടുതൽ സ്നേഹിക്കപ്പെടണം. ഞാൻ മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല. ഇന്ന് ചെയ്യേണ്ട പുണ്യങ്ങൾ. വിചാരത്തിൽ എല്ലാവരുടെയും രക്ഷയാണ് പിതാവായ ദൈവം ആഗ്രഹിക്കുന്നത് എന്ന് ചിന്തിക്കുന്നു. വാക്കിൽ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല എന്ന് 3 പ്രാവശ്യം ചൊല്ലും. പ്രവൃത്തിയിൽ എല്ലാവരോടും ബഹുമാനത്തോടെ പെരുമാറും. ഉപേക്ഷ വരുത്താതെ ലോക സമാധാനത്തിനു വേണ്ടി കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും. സർവസൈന്യാധിപൻ യേശു, സർവ അധികാരിയാം യേശു, സർവനാമത്തിലും മേലെ സർവശക്തനാകും യേശു. സർവസൈന്യാധിപൻ യേശു, സർവ അധികാരിയാം യേശു, സർവനാമത്തിലും മേലെ സർവശക്തനാകും യേശു. രാജാതിരാജനെ കർത്താതികർത്തനെ താൻ മാത്രം അമർത്യതയുള്ളവനെ, വീരനാം ദൈവമേ അത്ഭുതമന്ത്രിയെ ഈശോ ഈ യുദ്ധം അങ്ങേക്കുള്ളത്. വീരനാം ദൈവമേ അത്ഭുതമന്ത്രിയെ ഈശോ ഈ യുദ്ധം അങ്ങേക്കുള്ളത്. സർവസൈന്യാധിപൻ യേശു, സർവ അധികാരിയാം യേശു, സർവനാമത്തിലും മേലെ സർവശക്തനാകും യേശു. പൂർണ്ണമായി സമർപ്പിച്ച മക്കളെ, ഈശോ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നേക്കുക. കണ്ണു തുറന്നാൽ കാണാൻ പറ്റുന്ന രീതിയിൽ ഈശോ, കൈനീട്ടിയാ തൊടാൻ പറ്റുന്ന രീതിയിൽ ഈശോ നിന്റെ ഭവനത്തിലേക്ക് വന്നേക്കണം. നിന്റെ കുടുംബത്തിലെ ഓരോരുത്തരെയും അനുഗ്രഹിക്കാൻ വന്നേക്കണം. ആ സർവശക്തനായ ദൈവത്തെ സർവശക്തിയോടുകൂടി നീ ആത്മാർത്ഥമായി സ്നേഹിച്ച് ആരാധിച്ച ഈ നിമിഷം കാൽവരിയിൽ വൈരികളിൽ ആയുധം നിർവീര്യമാ, പേരുകളിൽ വ്യാധികളിൽ വേരുകൾ നിർജീവമാ. വിജയോത്സവം യേശു കർത്താവ് രക്ഷനായകൻ ക്രൂശിൽ മുഴങ്ങിയ വിജയോത്സവം യേശു കർത്താവ് രക്ഷനായകൻ. സർവസൈന്യാധിപൻ യേശു, സർവ അധികാരിയ യേശു, സർവനാമത്തിലും മേലെ സർവശക്തനാകും യേശു. രാജാതിരാജനെ കർത്താതികർത്തനെ താൻ മാത്രം അമർത്യതയുള്ളവനെ, വീരനാം ദൈവമേ അത്ഭുതമന്ത്രിയെ ഈശോ ഈ യുദ്ധം അങ്ങേക്കുള്ളത്. സർവസൈന്യാധിപൻ യേശു, സർവ അധികാരിയാം യേശു, സർവനാമത്തിലും മേലെ സർവശക്തനാകും യേശു. കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് വിളിച്ച യേശുവേ,
പരിശുദ്ധ പരമദിവികാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന പരിശുദ്ധ പരമദിവികാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ വിശുദ്ധീകരിക്കുന്ന പരിശുദ്ധ പരമദിവികാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ശിരസ് നമിച്ചുകൊണ്ട് കരങ്ങൾ കൂപ്പിപ്പിടിച്ച് പ്രാർത്ഥിച്ചേ. ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മിശിഹാ തമ്പുരാനെ, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മിശിഹാ തമ്പുരാനെ, ഞങ്ങളോട് കരുണയായിരിക്കണമേ. ഞങ്ങളോട് കരുണയായിരിക്കണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മിശിഹാ തമ്പുരാനെ, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മിശിഹാ തമ്പുരാനെ, ഞങ്ങളോട് നീ കരുണയായിരിക്കണമേ. ഞങ്ങളോട് നീ ഒരിക്കൽ കരുണയായിരിക്കണമേ. കൂടി ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മിശിഹാ തമ്പുരാനെ, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മിശിഹാ തമ്പുരാനെ, ഞങ്ങളോട് നീ കരുണയായിരിക്കണമേ. ഞങ്ങളോട് നീ കരുണയായിരിക്കണമേ. ഒരു നിമിഷം കണ്ണു തുറന്ന് ഈശോയെ നോക്കാം. പ്രിയപ്പെട്ട മക്കളെ, പരിശുദ്ധി അമ്മയിലൂടെ ഈ ലോകത്തെ വീണ്ടെടുക്കാൻ, തിരിച്ചെടുക്കാൻ ഇതാ പരിശുദ്ധി അമ്മയിലൂടെ ഈശോ നോക്കുക. രണ്ടടയാളം, മുന്നറിയിപ്പ് കൊടുക്കുക. മറ്റൊന്നുമല്ല, എല്ലാ മക്കൾക്കും കാണാൻ പറ്റുന്ന രീതിയിൽ ലോകത്താകാശത്തൊരടയാളം പ്രത്യക്ഷപ്പെടും. പ്രിയപ്പെട്ടവരെ, സകല മക്കളും ഭയന്ന് വിറയ്ക്കുന്ന രീതിയിലുള്ള ഒരടയാളം, ഭൂകമ്പത്തെക്കാൾ 1000 മടങ്ങ് ശക്തിയുള്ള ഒരടയാളം. പക്ഷേ പാപബോധം നൽകാൻ, വിശുദ്ധീകരണം നൽകാൻ, ചെയ്ത പാപത്തിന് പരിഹാരം പോലെ ചെയ്യാൻ ആ ലഭിക്കുന്ന അടയാളം പോലും വിശ്വസിക്കാതെ പ്രിയപ്പെട്ടവരെ വീണ്ടും മാനസാന്തരപ്പെടാതെ തിരിച്ചു വരാതെ പഴയ ജീവിതം നയിക്കാനായിട്ട് പലരും പോകും. കാരണം സാത്താൻ അതുപോലെ കെട്ടിയിട്ടിരിക്കുക. ബുദ്ധിയിൽ അന്ധകാരത്തിൽ കെട്ടിയേക്കുക, വിശ്വാസത്തിന്റെ തലത്ത് കെട്ടിയേക്കുക, പ്രത്യാശയുടെ തലത്ത് കെട്ടിയേക്കുക, സ്നേഹത്തിന്റെ തലത്ത് കെട്ടിയേക്കുക. തിരിച്ചറിവില്ലാതെ പോവുക, തിരിച്ചറിവില്ലാതെ പോകുക, കാലത്തിന്റെ അടയാളങ്ങൾ മനസ്സിലാക്കാൻ പറ്റാതെ പോകുക. മക്കളെ, ഈ ലോകത്തിലുള്ള എല്ലാവരും ഒന്ന് സമർപ്പിച്ച്, എല്ലാവരും പാവപ്പെട്ടവരാ മക്കളെ, നിഷ്കളങ്കരാ മക്കളെ. സാത്താൻ അവരെ കയറി ഭരിച്ചതിന്റെ ഫലമായിട്ട് ഹൃദയം കഠിനമായതാ, ബുദ്ധിയിൽ അന്ധകാരം വന്നതാ. അവന്റെ കെട്ടാ പൊട്ടണ്ടേ. ദൈവജനത്തിനൊരു പാപബോധം കിട്ടണം, പശ്ചാത്താപം കിട്ടണം, മാറണം, മാനസാന്തരം വേണം. കർത്താവേ, ഈ ദൈവജനത്തെ കെട്ടിയിരിക്കുന്ന, ഞങ്ങളെ കെട്ടിയിരിക്കുന്ന, ദൈവമക്കളെ കെട്ടിയിരിക്കുന്ന സകല കെട്ടും, സകല പൈശാചിക ശക്തികളും, ബുദ്ധിയിലെ അന്ധകാരത്തിന്റെ കെട്ട്, ഹൃദയത്തിലെ കെട്ട്, മനസ്സിന്റെ കെട്ട്, വിശ്വാസത്തിന്റെ തലത്തിലുള്ള കെട്ട്, അപ്പാ നീ നിമിഷം അഴിക്കണമേ, സ്വതന്ത്രരാക്കണമേ എന്നുള്ള ആഗ്രഹത്തോടെ സർപ്പത്തിന്റെ തലയെ തകർത്ത പരിശുദ്ധി അമ്മയോട് ചേർന്ന് എല്ലാവരും ഒന്ന് ചേർന്ന് ഒരുമിച്ച് വിടുതലിന് വേണ്ടി സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഈശോയേ, 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 ഈശോയേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പൗരോഹിത്യ അധികാരത്തിന് വേണ്ടി നിമിഷം പ്രാർത്ഥിക്കുമ്പോൾ ഈ ദൈവത്തോട് കരുണയായിരിക്കണമേ, ദൈവമക്കളോട് കരുണയായിരിക്കണമേ. എല്ലാ മക്കളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ, ബുദ്ധിയിലെ കെട്ടുകൾ അഴിച്ചു മാറ്റണമേ. ഞങ്ങൾക്ക് വരുന്ന ശത്രുക്കളെ നിങ്ങളുടെ മുമ്പിൽ വെച്ച് കർത്താവേ തോൽപ്പിക്കണമേ. ഞങ്ങൾ ശാന്തനായിട്ടിരുന്നാ മതി. ഞങ്ങൾക്ക് വേണ്ടി കർത്താവേ നീ യുദ്ധം ചെയ്യുമല്ലോ. ഈ നിമിഷം കെട്ടടിക്കണമേ, ഈ നിമിഷം ബന്ധനടിക്കണമേ, തിന്മകളെ എടുത്തു മാറ്റണമേ, പൈശാചിക കെട്ടുകൾ അടിക്കണമേ, അന്ധത എടുത്തു മാറ്റണേ അപ്പാ, അന്ധത എടുത്തു മാറ്റണേ അപ്പാ, കെട്ടുകൾ അടിക്കണേ അപ്പാ, വിശ്വാസ കെട്ടുകൾ അടിക്കണേ അപ്പാ, പൈശാചിക കെട്ടടിക്കണേ അപ്പാ, വിശുദ്ധി നൽകണേ അപ്പാ. വിളിക്കട്ടെ യേശുവേ, പിന്നടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ, അതിനുടെ അന്ത്യത്തിൽ കർത്താവിൻ വരവാഗതമായി
കാലത്തിനടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ. കാലം അതിനുടെ അന്ത്യത്തിൽ കർത്താവിൻ വരവാഗതമാ. ലാസലേറ്റും ഫാത്തിമയും മെജുകുറിയായും ചൊല്ലുന്നു. ലോകം ഈ വിധം പോയിടിൽ നാശത്തിൽ ചെന്നെത്തിയിടും. ലാസലേറ്റും ഫാത്തിമയും മെജുകുറിയായും ചൊല്ലുന്നു. ലോകം ഈ വിധം പോയിടിൽ നാശത്തിൽ ചെന്നെത്തിയിടും. മാതാവിൻ സന്ദേശങ്ങൾ മാനവരോടായി കേഴുന്നു. പാപവഴികളുപേക്ഷിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ. മാതാവിൻ സന്ദേശങ്ങൾ മാനവരോടായി കേഴുന്നു. പാപവഴികളുപേക്ഷിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ. കാലത്തിനടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ. കാലം അതിനുടെ അന്ത്യത്തിൽ കർത്താവിൻ വരവാഗതമായി. കാലം അതിനുടെ അന്ത്യത്തിൽ കർത്താവിൻ വരവാഗതമായി. പ്രിയപ്പെട്ട മക്കളെ, ഒരു നിമിഷം പരിശുദ്ധ അമ്മ നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്ന 4 കാര്യങ്ങളുണ്ട്. ഒന്ന്, ത്യാഗപ്രവർത്തികൾ ഏറ്റെടുക്കുക, പരിഹാരം ചെയ്യുക. രണ്ടാമത് പറയുന്നു, പതിവായിട്ട് നിങ്ങൾ ബലിയർപ്പണിക്കണം, ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കണം. മൂന്നാമത് പറയുന്നു, നല്ല ജീവിതം നയിച്ചുകൊണ്ട് മക്കളെ ഒരുങ്ങണം. നാലാമത് പറയുന്നു, പഴയ ജീവിതം ഹൃദയത്തിൽ പരിവർത്തനം വരുത്തി മാനസാന്തരപ്പെട്ട് പഴയ ജീവിതം ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ദൈവത്തിലേക്ക് തിരിച്ചു വരണം. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, പലപ്പോഴും സാധിക്കാതെ മനുഷ്യൻ പോകുക, പറ്റുന്നില്ല മക്കൾക്ക്. പരിശുദ്ധാത്മാവിൻ്റെയും അമ്മ മാതാവിൻ്റെയും സഹായമാണ് ഇവിടെ വേണ്ടത്. നമ്മുടെ കുടുംബത്തിലുള്ളവരെ സമർപ്പിച്ച്, നമ്മളെ തന്നെ ഒന്ന് സമർപ്പിച്ച്, ആഗ്രഹം ഉണ്ടെങ്കിലും ഒരു ഇഞ്ച് പോലും നമുക്ക് മാറാൻ പറ്റാത്ത അവസ്ഥയിൽ എന്തോ പഴയ സുഖത്തിൽ കെട്ടിൽ കിടക്കുക. ഞങ്ങൾ അയോഗ്യരാപ്പാ, ഞങ്ങൾ പാപികളാപ്പാ. ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും പറ്റാതെ പോകുവാപ്പാ. തനിച്ച് ഞങ്ങൾ യുദ്ധം ചെയ്ത് വിജയിക്കില്ല. ഞങ്ങൾ പലപ്പോഴും തിരിച്ചറിയാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല. ഞങ്ങൾക്കൊരു കൃപയാപ്പാ വേണ്ടേ. കൃപ തന്നൊന്ന് സഹായിക്കപ്പാ. കൃപ തന്ന് ഞങ്ങളെ ഒന്ന് ശക്തിപ്പെടുത്തപ്പാ. ഞങ്ങളെ ഒന്ന് ഉണർത്തപ്പാ. ബോധ്യത്തോടു കൂടി ഉപേക്ഷിക്കാൻ ശക്തിതാപ്പാ. ലോകം വെച്ച് നീട്ടുന്ന നിമിഷ സുഖത്തിൽ വീഴാതിരിക്കാൻ കൃപതാപ്പാ. പാപത്തിന്റെ സുഖം വിട്ടുപേക്ഷിക്കാൻ കൃപതാപ്പാ. ഒരു പുതിയ മനുഷ്യനാക്കി ഞങ്ങളെ മാറ്റപ്പാ. പുതിയ മനുഷ്യനാക്കി ഞങ്ങളെ മാറ്റപ്പാ. 2 കരങ്ങൾ യാചനയോടെ പിടിച്ച് പരിശുദ്ധാത്മാവിന്റെ സഹായം ആവശ്യപ്പെട്ടേ, അമ്മയുടെ സഹായം ആവശ്യപ്പെട്ട് പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിലും അമ്മയുടെ കരങ്ങളിലും പിടിച്ച് ഞങ്ങളെ വിട്ടുപിരിയാതെ ഞങ്ങളെ ഒന്ന് ശുദ്ധീകരിക്കണമേ. സ്വർഗരാജ്യത്തിന് അവകാശികളാക്കണമേ. ഞങ്ങളെ ഒന്ന് രക്ഷിക്കണമേ എന്നുള്ള ആഗ്രഹത്തോടെ ഇവരുടെ സഹായം തേടിക്കൊണ്ട് ഒരുമിച്ച് ഒരിക്കൽ കൂടി സ്തുതിക്കട്ടെ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മാതാവേ, നിൻ മക്കൾ ഞങ്ങൾക്കായി നൽകിയിടണമേ നിൻ വരങ്ങൾ. അമ്മേ മാതാവേ, നിൻ മക്കൾ ഞങ്ങൾക്കായി നൽകിയിടണമേ നിൻ വരങ്ങൾ. ഒരു നിമിഷം കൂടി മക്കളെ നമ്മുടെ കൂട്ടായ്മയെ സമർപ്പിക്കാം. ഏറ്റവും അടുത്ത ഒരുക്കത്തിലേക്ക് നമ്മൾ കയറിയിരിക്കുക. അമ്മയ്ക്ക് വലിയ സമ്മാനം കൊടുക്കണം. നമ്മൾ ഈ 33 ദിവസവും സമ്പാദിച്ച പുണ്യങ്ങൾ മുഴുവൻ അമ്മയ്ക്ക് കൊടുക്കണം. നമ്മുടെ ജീവിതം പരിപൂർണമായി കൊടുക്കണം. നമ്മുടെ ഹൃദയം കൊടുക്കണം. പിന്നെ അമ്മയാൽ നയിക്കപ്പെടുന്ന, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു കുഞ്ഞായിട്ട് നമ്മൾ മാറണം. അമ്മ ഒത്തിരി കൊതിയോടെ കാത്തിരിക്കുന്നത്, വലിയൊരു കൊതിയോടെ കാത്തിരിക്കുക. ഒരമ്മ ഗർഭിണിയാണെങ്കിൽ ആ കുഞ്ഞിനെ കാണാനായിട്ട് എത്ര കൊതിയോടെ കാത്തിരിക്കുന്നു, അതുപോലെ അമ്മ കാത്തിരിക്കുക. 33 ദിവസത്തിന് ശേഷം ഇതാ ഒരു കുഞ്ഞ് ഈ ഭൂമിയിൽ ജനിക്കാൻ പോവുക. പുണ്യങ്ങൾ സമ്പാദിക്കാൻ കൃപ വേണം. വിശുദ്ധ ജീവിതം നയിക്കാൻ കൃപ വേണം. പ്രാർത്ഥിക്കാൻ കൃപ വേണം.
പരിശുദ്ധ കുർബാനയിൽ പങ്കുചേരാൻ ഒരു കൃപ വേണം. അമ്മാ, ഈ കാണുന്ന മക്കളെ മുഴുവനും ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന ഏത് രാജ്യത്ത് കിടക്കുന്ന മക്കളാണെ പോലും അവർക്ക് ആ കൃപ കൊടുക്കണമേ. ഈ കൂട്ടായ്മയിൽ ഒന്നിപ്പിക്കണമേ. ഈ കൂട്ടായ്മയെ ശക്തിപ്പെടുത്തണമേ. ഈ കൂട്ടായ്മയെ അഭിഷേകം ചെയ്യണമേ. എല്ലാ മക്കളും ഒരിക്കൽ കൂടി ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. എന്നേരവും സ്തുതി ആരാധന. ഒരു നിമിഷം പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ അഭ്യസിക്കേണ്ട പുണ്യങ്ങൾ ഏതൊക്കെയാണെന്ന് കേൾക്കുകയും വായിക്കുകയും ചെയ്യാം. ഇന്ന് ചെയ്യേണ്ട പുണ്യങ്ങൾ. വിചാരത്തിൽ എല്ലാവരുടെയും രക്ഷയാണ് പിതാവായ ദൈവം ആഗ്രഹിക്കുന്നത് എന്ന് ചിന്തിക്കുന്നു. വാക്കിൽ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല എന്ന് 3 പ്രാവശ്യം ചൊല്ലും. പ്രവൃത്തിയിൽ എല്ലാവരോടും ബഹുമാനത്തോടെ പെരുമാറും. ഉപേക്ഷ വരുത്താതെ ലോക സമാധാനത്തിനു വേണ്ടി കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും. ഈശോ പരിശുദ്ധി അമ്മ മാതാവിലൂടെ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.